യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മ എന്താ മധു? ഇനി അതുമെല്ലാം സംഭവിക്കോ? എന്ത്? അർജുൻ ഇവിടുന്ന് മാറി നിൽക്കാന്ന് പറയുന്നതേ ഹണിമൂൺ ട്രിപ്പിന് വേണ്ടിയായിരിക്കോ? അമ്മേ, നമ്മുടെ കുഞ്ഞിവിടെ ഇങ്ങനെ കഴിയുമ്പോ അവരെ അങ്ങനെ സന്തോഷിപ്പിക്കാൻ വിടാൻ പാടില്ല. അമ്മ എങ്ങനെയെങ്കിലും അതൊന്ന് പൊളിക്കണം. നമ്മൾ പോണ്ടെന്ന് പറഞ്ഞ അവരെങ്ങാനും അനുസരിക്കുവോ? അതൊക്കെ അമ്മ വിചാരിച്ച നടക്കും. എന്തെങ്കിലും തടസ്സം പറഞ്ഞ് അവരെ ഇവിടെ തന്നെ നിർത്തണം. ഇതേ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. അജുവേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അത് പറഞ്ഞത് സത്യമാണോ? എന്ത്? താഴെ വെച്ച് നമ്മള് ടൂറിന് പോവാന്ന് പറഞ്ഞത്. എന്തേ? അജുവേട്ടൻ വേണമെങ്കിൽ പൊയ്ക്കോ, ഞാനില്ല. അതെന്താടോ, താനില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങോട്ട് പോവാനാ? അജുവേട്ടൻ എങ്ങനെയാ അത് ആലോചിക്കാൻ പോലും തോന്നിയേ? ദേ, ചിരിക്കാൻ ഞാൻ തമാശയായിട്ടല്ല പറഞ്ഞ, കാര്യായിട്ടാ. തനിക്കിപ്പോ എന്താ വേണ്ടേ? എന്റെ കൂടെ ടൂർ വരാൻ തനിക്ക് താല്പര്യമില്ല, അത്രയല്ലേ ഉള്ളൂ. താല്പര്യം ഇല്ലഞ്ഞിട്ടല്ല അജുവേട്ടാ. അതെനിക്കറിയാലോ, അതുകൊണ്ടല്ലേ നമ്മള് ടൂർ പോകുന്നു പറഞ്ഞത്. അരുണിമാമ ഇങ്ങനെ ജയിലിൽ കിടക്കുമ്പോ നമ്മൾ ടൂറിന് പോകുന്നത് ശരിയാണോ അജുവേട്ടാ? ഓഹോ, അത് ശരിയാണല്ലോ. അപ്പൊ പിന്നെന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ജയിലിൽ പോയി ആന്റിയുടെ സമ്മതം വാങ്ങിട്ട് പോയാലോ? ഒരു കുത്തു വെച്ചേരട്ടോ. ആദ്യം അമ്മയെ പുറത്തിറക്കാൻ നോക്ക്, എന്നിട്ട് അവൻ ടൂറൊക്കെ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. അജുവേട്ടാ, ഞാൻ കളിയായിട്ടല്ല പറയുന്നേ. മനസ്സിലായടോ, ഞാൻ അപ്പൊ അച്ഛമ്മ ഒന്ന് പിരികേറ്റാൻ വേണ്ടി പറഞ്ഞതല്ലേ, അല്ലാതെ നമ്മള് ടൂർ ഒന്നും പോകുന്നില്ല. അരുണിമാന്റിയെ പുറത്തിറക്കുന്നതാണ് തന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? അപ്പൊ പിന്നെ അതല്ലേ ഞാൻ ആദ്യം ചെയ്യുള്ളൂ. അത് ശരി, അപ്പൊ എന്നെ കളിപ്പിക്കായിരുന്നല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതെല്ലാവരും കേൾക്കണം, അതനുസരിച്ച് പെരുമാറുകയും വേണം. നീ കൂടെ വാനന്തേ. എന്താ അമ്മ മണിയടിയും വിളംബരവും ഒക്കെ? ഈ വീട്ടില് എന്തോ പുതിയ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ പോവാ അച്ഛമ്മ. പരസ്പരം മിണ്ടാൻ പാടില്ല, ഉറക്കെ ചിരിക്കാൻ പാടില്ല, 3 നേരം മിണ്ടാൻ പാടില്ല, അങ്ങനെ വല്ലതും ആണോ? നീ ഒന്നും മിണ്ടാതിരിക്ക അർജുൻ, അമ്മ പറയട്ടെ. അച്ഛമ്മ പറയാൻ പോകുന്ന എന്താന്നൊക്കെ എനിക്കറിയാം അച്ഛൻ, പക്ഷേ അത് അച്ഛമ്മ തന്നെ പറയട്ടെ. പറ അച്ഛമ്മ. എല്ലാം പരിഹാസത്തോടെ എടുക്കുന്നവരോടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അനുമോളുടെ കാര്യത്തിൽ എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട്. മരുന്നും ചികിത്സയും കൊണ്ട് മാത്രം ഒരു പ്രശ്നവും തീരില്ല. ദൈവങ്ങൾ പ്രസാദിക്കേണ്ടത് ദൈവങ്ങൾ തന്നെ ചെയ്യണം.
അരുണിമ ജയിലിൽ നിന്ന് വരുമ്പം ഇങ്ങനെ ഒരു അനുക്കുട്ടിയെ മുന്നിൽ നിർത്തി കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അതിനിപ്പോ എന്ത് വേണമെന്ന് അച്ഛമ്മ പറയുന്നേ? പറയുമ്പോ തോക്കി കയറി വെടിവെക്കല്ലേ അർജുൻ. ഓ, ഈ വീട്ടിൽ വരുന്ന മാസം ഏകാദശിയുടെ അന്ന് ഒരു വലിയ പൂജ ഞാൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ പൂജയുടെ ഭാഗമായി എല്ലാവരും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. കേട്ടോ അച്ഛ, ഇതാണ് ഞാൻ അച്ഛമ്മ പറയാൻ പോകുന്ന കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞത്. ആ പൂജ കഴിയുന്നതുവരെ ആരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്, അല്ല അച്ഛമ്മ? ഇതെങ്ങനെ ഇവന് മനസ്സിലായി? ഇനി പറയുന്ന വല്ലതും ഒളിഞ്ഞു ഒന്ന് കേട്ടു കാണോ? അതാൻഡി, നിങ്ങള് പൂജ പ്ലാൻ ചെയ്തൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ. എന്താ അർജുൻ, നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഇല്ല, അച്ഛമ്മ പറഞ്ഞു. അച്ഛമ്മ ഈ പൂജ പ്ലാൻ ചെയ്യുന്നതിന് എന്തിനാണെന്നറിയോ? നമ്മുടെ യാത്ര മുടക്കാൻ. നമ്മൾ പോകുന്നില്ല എന്നുള്ള വിവരം അറിഞ്ഞാലേ ഈ പൂജ മന്ത്രം അതൊക്കെ അപ്പ തീരും. എന്താ അർജുൻ, നിനക്ക് അവക്കും കൂടി ഇത് മുടക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ല അച്ഛമ്മ. അത് നടന്നു കാണണമെന്ന് ഞങ്ങള് പറയും. അത് ശുദ്ധാശുദ്ധങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ഈ വീട്ടിൽ എല്ലാവരും ജീവിക്കാൻ. മത്സ്യമാംസാദികൾ പൂർണ്ണമായും വർജിക്കണം. നമ്മൾ പ്ലാൻ ചെയ്ത യാത്രയ്ക്ക് പാര വയ്ക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ടോ പൂജ? മാധുരി, എന്താമ്മേ? പൂജ കഴിയുന്നത് വരെ അർജുനും പൂജയും ഈ വീട് വിട്ട് അന്യദേശത്തേക്ക് പോകാൻ പാടില്ല. നേരത്തെ പറഞ്ഞില്ലേ, എങ്ങോട്ടോ ടൂറോ ഹണിമൂണോ? അതൊക്കെ ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ട് മതി. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നീ എന്തുവാണ് അവിടെ ഒന്ന് കുശുകുശുക്കുന്നേ? അയ്യോ, എന്റെ ഭാര്യയോട് എനിക്ക് സംസാരിക്കാൻ പാടില്ല അച്ഛമ്മേ. അമ്മേ, അത് അവരെന്തായാലും യാത്ര പ്ലാൻ ചെയ്തതല്ലേ അമ്മേ. പൂജ നമുക്ക് അടുത്ത ഏകാദശിക്കല്ലേ വേണ്ടേ? അതിനു മുമ്പ് അവര് പോയിട്ട് വരുമല്ലോ. അതെ അമ്മേ, അവര് പോയി വേഗം തിരിച്ചു വന്നോളും. മാധുരി, ഒരു വീട്ടിലെ എല്ലാവരും വ്രതാനുഷ്ഠാനങ്ങളുടെ ചെയ്യേണ്ട പൂജയായത്. അത് ചെയ്തേ മതിയാവും. ആയിക്കോട്ടെ അച്ഛമ്മേ. അച്ഛമ്മ എന്തായാലും പൂജ പ്ലാൻ ചെയ്തോ. ഞാനും എന്റെ ഭാര്യയും ഇവിടെ തന്നെ കാണും. ദേ, അരുൺമാൻഡ് വരുമ്പോഴേക്കും ഇവിടെ വാ തുറക്കേണ്ടതേ എന്റെയും കൂടെ ആവശ്യമാണല്ലോ. അച്ഛമ്മേ, ഞങ്ങളുടെ യാത്ര മുടക്കാനാണ് അച്ഛമ്മ ഇത്രയും കഷ്ടപ്പെട്ട ഒരു വിദ്യ കണ്ടുപിടിച്ചെങ്കിൽ അത് വെറുതെ ആയിപ്പോയി. അമ്മ വരാതെ ഒരു യാത്രയും വേണ്ടെന്ന് ഞങ്ങള് ഇന്നലെ രാത്രി തന്നെ തീരുമാനം എടുത്തിരുന്നതാ. ഇത് പ്രിയ തലയിൽ പുരട്ടുന്ന ഓയിലല്ലേ? ഇത് ചവിട്ടിയാ പൂജ വീഴാൻ പോയത്. അവള് തലയിൽ തേക്കുന്ന എണ്ണ ഇവിടെ അങ്ങനെ വന്നു. അത് ശരി, നിങ്ങൾ കേക്ക് മുറിക്കാൻ വരുമെന്ന് അറിഞ്ഞ് അനുമോൾ ഓയിൽ കൊണ്ടുവന്നൊഴിച്ചു അല്ലേ? അത് അവിടുന്ന് പോയി. അതെന്തോ എനിക്കറിയില്ല. ദേ, ഒരു കാര്യം കൂടി, ഈ കേക്കിന് മുകളിൽ ഞാൻ 2 മെഴുകുതിരി വെച്ചിട്ട് പൂജ വിളിക്കാൻ പോയതാ. തിരിച്ചു വന്നപ്പോ ഒന്നും കാണുന്നില്ല. അതവിടെ പോയി. ഓ, ആ പഴിയും എണിക്കാൻ വയ്യാത്ത അനുക്കുട്ടിയുടെ തലയിലാക്കാനാണോ? അജുവേട്ടൻ പറയുന്നത് ശരിയാ അച്ഛമ്മേ. ഏതോ ഒരു നിഴല് എന്നെ കടന്നു പോകുമ്പോലെ എനിക്കും തോന്നി. ഞാനത് അജുവേട്ടനോട് പറഞ്ഞതുവാ. നിഴലോ? അനുമോൾ എന്താടി പ്രേതമാണോ? നിഴല് പോലെ നിന്നെ അങ്ങോട്ട് കടന്നു പോവാന്? യക്ഷിയായാലും പ്രേതമായാലും ശരി, ഞങ്ങളെ മറഞ്ഞിരുന്ന് വാച്ച് ചെയ്യുന്ന പണിയാണ് അവൾക്കുള്ളതെങ്കിൽ അവൾ ഈ വീൽ ചെയറിൽ ഇരുന്ന് കാണിക്കുന്ന നാടകം നിർത്തിക്കോളാൻ പറയണം. നിനക്കെന്താടാ വട്ടായോ? അതോ ഇവള് പറയുന്നത് മാത്രം കേട്ട് ബുദ്ധിയില്ലാതായോ? മുകളിലെ മുറിയിൽ അനങ്ങാതെ കിടക്കുന്ന അവൾ എങ്ങനെ ഇവിടെ വരാനാ? അനങ്ങാൻ വയ്യാന്നുള്ളതൊക്കെ അവളുടെ നല്ല അഭിനയമാണ്. ഞാനത് എത്ര തവണ പറഞ്ഞു. അനാവശ്യം പറയരുത്. എന്റെ പാവം കുട്ടി. ആദ്യം അവൾ ഈ വീട്ടിലെ പേരക്കുട്ടി അല്ലെന്നായിരുന്നു നിന്റെ വാദം. പിന്നെ എവിടെയോ കിടന്ന് ചത്ത ഏതോ ഒരുവന്റെ പേരും പറഞ്ഞായിരുന്നു കോടതി കയറ്റിയത്. സാക്ഷിയെ കൊന്നു തള്ളിയ ശേഷം നിങ്ങളൊക്കെ കൂടി അവളെ ഒളിച്ചു കടത്തി.
അവസാനം ഈ അവസ്ഥയിലാക്കിയിട്ട് ഇപ്പൊ അഭിനയിക്കുന്നു അല്ലേ? അച്ഛമ്മേ, ഞങ്ങൾ പറഞ്ഞതാണ് സത്യം. വേണ്ട, ആ സത്യം ഇപ്പൊ തന്നെ തെളിയിക്കാം. റൂമിൽ പോയി നോക്കാം. എന്തായാലും നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉള്ളപ്പം ഒളിച്ചിരിക്കുന്ന അനുമോൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. മധു വാ. വാമേ, ബാബുജി. അനുമോളെ, അനു, അനുകുട്ടി, അനു, കണ്ടോ നല്ല ഉറക്കം കൊച്ച്. നോക്കടാ, ഉറങ്ങിക്കിടന്ന് എവളാണോ നിന്റെ ഭാര്യയുടെ മുന്നിൽ കൂടെ നിഴലായിട്ട് കടന്നു പോയത്? പറയടാ. ഞാനും അമ്മയും കൂടിയാ അനുക്കുട്ടിയെ ഇവിടെ ഉറക്കി കിടത്തിയത്. തനിയെ എഴുന്നേറ്റ് ഇവൾ എങ്ങനെ വരാനാ? അത് വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട. താമ്പാ. കണ്ടുകൂടാന്ന് വെച്ച് ഇങ്ങനെ പച്ചക്കള്ളം പറയരുതെന്ന് നിന്റെ മകനോടും മരുമകളോടും പറയണം. അത് ഇന്ന് ഞാനുണ്ടായതുകൊണ്ട് അവരുടെ കള്ളം പൊളിഞ്ഞു. അല്ലെങ്കിൽ എഴുന്നേക്കാൻ വയ്യാത്ത എന്റെ കുട്ടിയെ എല്ലാരും കൂടെ പഴിച്ചേനെ. അമ്മേ, നാളെ മുതൽ അനുക്കുട്ടിയെ അമ്മയുടെ കൂടെ തന്നെ കിടത്തിയാൽ മതി. തൈലം ഇടാനും കുളിപ്പിക്കാനും ഒക്കെ ഇവിടെയാണല്ലോ കൂടുതൽ സൗകര്യമൊന്നും ഓർത്താ ഞാൻ ഇവിടെ കിടത്തിയത്. എന്തായാലും നേരം വെളുക്കട്ടെ, എന്നിട്ടാവാൻ ബാക്കി. അമ്മ ചെന്ന് കിടക്കാൻ നോക്ക്. ഇവളിനി രാവിലെ ഉണരൂ. ഇതെന്താ ഇത്? മാതിരി കുഞ്ഞേ, ഇതെന്താ ഇത്? ഇത് കേക്കിന്റെ മുകളിൽ വെക്കുന്ന മെഴുകുതിരിയല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതിന്നലെ അർജുൻ പൂജയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത കേക്കിന് മുകളിൽ നിന്ന് ആരോ വലിച്ചെറിഞ്ഞതാ ചേച്ചി. എന്ത് ചെയ്യാനാ കനകേച്ചി? ഇവിടെ ചിലര് മനുഷ്യന്മാരുടെ സന്തോഷത്തെ എങ്ങനെ നശിപ്പിക്കാന്ന് ആലോചിച്ച് നടക്കല്ലേ? എന്തെല്ലാം പുതിയ വിപ്ലവങ്ങളാ സ്നേഹത്തിന്റെ പേരിൽ ഇവിടെ നടക്കുന്നു. സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് രാത്രി 12 മണിക്കാണോ? ആന്റിക്ക് അതൊക്കെ പുതിയ വിപ്ലവമായിട്ടേ തോന്നുള്ളൂ. സ്നേഹം ആരെയും ബോധ്യപ്പെടുത്താനോ കീഴടക്കാനുള്ള കൊടുമുടിയോ അല്ല. അത് ഇറങ്ങിച്ചെല്ലേണ്ട ആഴമാണെന്ന് അനുഭവിച്ചറിയുമ്പോഴേ മനസ്സിലാവും. വലിയ ഫിലോസഫി ഒന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ ഇന്നലെ കേക്കിന്റെ മുകളിലെ തിരി എടുത്ത് ഓടിക്കാനൊന്നും വന്നില്ല. നീയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞില്ലല്ലോ മധു. പക്ഷെ ആരെങ്കിലും ഇത് ചെയ്യാതെ തനിയെ ആവില്ലല്ലോ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് ഞാൻ പറയാമേ. ഇതത് തന്നെ. അതെ, ഈ വീട്ടിലൊരു ബാധയുണ്ട്. രാത്രിയിൽ ഫോൺ എടുത്ത ആളുകളെ വിളിക്കുന്ന, തനിയെ നടന്ന് സംസാരിക്കുന്ന. ഞാനും അജുവേട്ടനും
എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അന്വേഷിച്ച് നടക്കുന്ന ബാധ. ആ ബാധ ഇന്നലെ ഞങ്ങളുടെ ആനിവേഴ്സറി സെലിബ്രേഷനും ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ആഹാ, ഇന്നലെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നോ? അതെപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. കനകച്ചി, അജുവേട്ടനും ഞാനും തമ്മിൽ കണ്ടുമുട്ടിയിട്ട് 2 വർഷമായിരുന്നു. അത് 12 മണിക്ക് ശേഷം സർപ്രൈസ് ആയിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്നതാ. അതിനുവേണ്ടി കത്തിക്കാൻ വെച്ചിരുന്ന ക്യാൻഡിലായിരുന്നു ഇത്. കത്തിക്കാൻ നേരത്ത് ഏതോ ഒരുത്തിയുടെ ബാധ അത് വന്നെടുത്ത് വലിച്ചെറിഞ്ഞു. നന്നായി പോയി. കാണാത്ത കാര്യങ്ങൾ കൊണ്ടാടാൻ നടക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. കല്യാണത്തിന്റെ വാർഷികം വരെ ആൾക്കാർ മറന്നു പോകുമ്പോഴാ കണ്ടുമുട്ടിയ വാർഷികം. ഇമാതിരി കോപ്രായങ്ങൾക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്ന ആ പ്രശ്നം. പുതിയ കാലത്തെ കുട്ടികളാവുമ്പോ പുതിയ ചില ആഘോഷങ്ങളും ഉണ്ടാവും. അതിന് നമ്മളെ പോലുള്ളവർ എതിര് നിൽക്കാൻ പാടില്ല. അവർക്ക് വഴിമാറി കൊടുക്കുന്നതാ ബുദ്ധി. ഇങ്ങനെയുള്ള എല്ലാ ചെറിയ ഓർമ്മകളും ഉള്ളി സൂക്ഷിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാ ദാമ്പത്യം സ്ട്രോങ് ആവുന്നത്. അല്ലെങ്കിൽ പേരിന് കൂടെ വെക്കാനുള്ള ആളാവും ഭർത്താവ്. പരസ്പരം അപരിചിതരെ പോലെയാ പലരും വീടുകളിൽ കഴിയുന്നത്. എന്നുവെച്ചാ? അയ്യോ, ഞാൻ പൊതുവേ പറഞ്ഞതാ. വസന്തനെ മധുവിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നതേ അഹങ്കാരോ. എന്റെ മധു, ഇതൊക്കെ ചെയ്യാൻ പ്രായമാവണമെന്നൊന്നുമില്ല. വസന്തനെ ആദ്യം കണ്ട ദിവസം മധു വസന്തനോട് അങ്ങ് ആഘോഷിച്ചോ? അല്ല, മെഴുകുതിരി എടുത്ത് കളയാൻ ആരാ വരുന്നത് നമുക്കൊന്ന് നോക്കാലോ. മെഴുകുതിരി എടുത്തു കളയാ മാത്രല്ലമ്മേ, മധുവേണ്ടി നടക്കുമ്പോ തെന്നി വീഴാൻ തറയിൽ തൈലം കൂടി ഒഴിച്ചു വെക്കണം. അതും പ്രിയയുടെ തലയിൽ പുരട്ടാൻ ഡോക്ടർ കുറിച്ചു കൊടുത്ത അതേ തൈലം. ഇന്നലെ രാത്രി ഞാൻ തെന്നി വീണത് അതേ തൈലം ചവിട്ടിയാണല്ലോ. പക്ഷെ മധുവേണ്ടി ഇപ്പോ ഈ വീട്ടിൽ കറങ്ങി നടക്കുന്ന ബാധയെ അധികം വൈകാതെ തളയ്ക്കും, അതുറപ്പാ. പ്രധാന ബാധയെ ആവാഹനം ചെയ്ത് ഉച്ചാടനം ചെയ്യുമ്പോ കൂടെയുള്ള ഭൂതഗണങ്ങൾ കൂടി കുടുങ്ങാൻ സാധ്യതയുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാവാതെ നോക്കിയാ മധു എനിക്ക് നല്ലത്, അല്ലേ അമ്മ? ഒരു സംശയമില്ല, മോള് പറഞ്ഞു തന്നെ ശരി. ഇത് മോള് പറഞ്ഞതുപോലെ ബാധയും പേയും ഒന്നും അല്ല. ഇതിന്റെ പിന്നിൽ ബാധയുടെ വേഷം കിട്ടിയ ഒരാളാ. അത് അധികം വൈകാതെ തന്നെ പുറത്തു വരും കനകേച്ചി. എങ്ങനെയെങ്കിലും അവർക്ക് അനുക്കുട്ടിയെ ഇവിടുന്ന് പറഞ്ഞയക്കണം. അതിനുവേണ്ടി നന്ദേടനോട് സംസാരിച്ച് മനസ്സ് തിരിപ്പിക്കണം. അതാണ് മാധുരി ചേച്ചിയുടെ ലക്ഷ്യം. അവളെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എന്തിനാ? അങ്ങനെ ചോദിക്കും. ഇവിടുന്ന് കൊണ്ടുപോയി നന്ദേടന്റെ വീട്ടിൽ പാർപ്പിക്കാനൊന്നല്ല, പിന്നെ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിന്റെ അടുക്കെ കൊണ്ട് കാണിക്കാൻ. എന്താ മധു നീ പറയുന്നേ? സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാന്തിന്റെ ഡോക്ടർ. അവിടെ കൊണ്ടാക്കി അനുക്കുട്ടിയുടെ തലയിൽ കറണ്ട് അടുപ്പിക്കാനുള്ള പ്ലാൻ അമ്മേ. എന്നാലും മാധുരി ചേച്ചി ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നീ സത്യമാണോ മോളെ പറയുന്നേ? എന്റെ കാതും കൊണ്ട് കേട്ട സത്യം. അനുക്കുട്ടിയെ ഇവിടുന്ന് മാറ്റുക മാത്രമല്ല അവരുടെ ഉദ്ദേശം, അഖിലിനെയും സ്നേഹയും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം പോലും. എന്നിട്ട് മാധുരി ചേച്ചിക്കും മക്കൾക്കും മരുമക്കൾക്കും കൂടി ഇവിടെ അങ്ങ് വാഴണോന്ന്. എന്ന് വെച്ചാ എന്താ അമ്മ അർത്ഥം? അവര് മാത്രമേ ഇവിടെ കഴിയാൻ പാടുള്ളൂ. അതന്നെ. അപ്പൊ അമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. നോക്കിക്കോ, അധികം വൈകാതെ അമ്മയെ എന്നെ അവരിവിടുന്ന് ചവിട്ടി പുറത്താക്കും. ഇവിടെ നിന്നോ? എന്റെ ഉടമസ്ഥയിലുള്ള ഈ വീട്ടിൽ നിന്നോ? എന്നാ അതൊന്ന് കാണണമല്ലോ. വേണോന്ന് വെച്ചാലാണോ അമ്മേ വഴിയില്ലാത്തത്? നാളെ വസന്തേട്ടൻ വന്ന് നടക്കടിയെന്നും പറഞ്ഞ് എന്നെ ആട്ടിത്തെളിച്ച് കന്നുകാലികളെ തല്ലി ഇറക്കും പോലെ ഇവിടുന്ന് തല്ലി ഇറക്കിയാലോ? ഇത്രയും കാലം അവരതൊന്നും ചെയ്തില്ലല്ലോ. ഇനി ചെയ്യില്ലാന്ന് ആര് കണ്ടു? വസന്തേട്ടന്റെ അമ്മയെ നോക്കാൻ ആരുമില്ലാന്ന് പറഞ്ഞ കൂടെ ചെല്ലാൻ അമ്മ പറയില്ലേ? അത് പിന്നെ അവർക്ക് വേറെ ആരും ഇല്ലാത്തോണ്ട്. കണ്ട കാര്യത്തോടടുക്കുമ്പോ അമ്മയും എന്നെ കൈവിടുന്ന കണ്ടോ? അങ്ങനല്ലേ മധു, അങ്ങനെ ഒരു അവസരം വരുമ്പോഴല്ലേ അത്. ഇവരാ അവസരം വരുത്തുമേ. അതിനുള്ള പ്ലാനിങ്ങാ മാധുരി ചേച്ചി അർജുനും പൂജയും കൂടി നടത്തുന്നു.
എല്ലാത്തിനും സപ്പോർട്ടായി ആ തള കനകയുണ്ട്. അമ്മ നോക്കണ്ട, അവരോട് മാധുരി ചേച്ചി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അപ്പോഴും അമ്മ വിചാരിക്കുന്നുണ്ടാവും അമ്മയുടെ പേരിലുള്ള വീടും സ്വത്തുമല്ലേ എങ്ങനെ പുറത്താക്കാൻ കഴിയുമെന്ന്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ മാധുരി ചേച്ചി അമ്മയ്ക്കുള്ള ചായ ഉണ്ടാക്കുക. നോക്കിക്കോ, വേണ്ടി വന്ന ഒരു ദിവസം അതിൽ ഇത്തിരി വിഷം കലക്കി തരാനും അവര് മടിക്കില്ല. അമ്മേ, അമ്മേ ഇത് ചായ. അമ്മേ, നന്ദേട്ടനോടുള്ള പിണക്കം മാറ്റാൻ ആനന്ദേട്ടൻ പോയില്ലേ? ഇനിയും ഞാൻ വെച്ചതൊന്നും കഴിക്കില്ല എന്നുള്ള അമ്മയുടെ വാക്ക് മാറ്റിക്കൂടെ? അമ്മേ ഇത് ഈ ചായ കുടിക്കേ. ഇനി മുതൽ ഈ വീട് 2 അല്ല 1. മതി, ഇനി ആ വിളിയൊന്നും വേണ്ട, കേട്ടല്ലോ. ദാ ഏട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞപ്പം ഏട്ടന് മുഴുവൻ വിശ്വാസമായിട്ടില്ല എന്ന് എനിക്കറിയാം. എന്തോ? പക്ഷെ ദാ വന്നിട്ടുണ്ട്, നേരിട്ട് ചോദിച്ചറിയാം. ആര്? ഏട്ടാ ആനന്ദ് വരുന്നുണ്ടെന്ന്. എന്തിന്? ഏട്ടനെ കാണാൻ തന്നെ ആവും. ഒന്നുകിൽ ഏട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ, അല്ലെങ്കിൽ ഏട്ടന് തിരിച്ചറിയാൻ പറ്റാത്ത ഏതോ ഉഡായിപ്പ് പ്ലാനുമായി. അല്ലാതെ നല്ലതിനാവില്ല എന്ന് ഉറപ്പാ. സന്ധി സംഭാഷണത്തിനാ വരുന്നതെങ്കിലേ പറയാനുള്ള കാര്യങ്ങളെല്ലാം മുഖത്ത് നോക്കി പറയണം, ഒന്നും വിട്ടുകൊടുക്കരുത്. എന്താ ഇങ്ങോട്ട്? അല്ല, നന്ദൻ ഇപ്പോഴും ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ദേഷ്യം മാറി സ്നേഹം തോന്നാൻ തക്കോണം നമ്മൾ തമ്മിലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നന്ദ, എനിക്ക് തന്റെ വികാരം മനസ്സിലാവും. മനഃപൂർവ്വം നന്ദനെ ദ്രോഹം ചെയ്യാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുകയോ അങ്ങനെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. അന്ന് വീട്ടിൽ വെച്ച് അർജുനുമായി വഴക്കായപ്പോ ഞാൻ ഇടയിൽ കയറി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ നന്ദനെ ഉപദ്രവിക്കണമെന്ന് ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഓ, പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതുകൊണ്ടാണോ അന്ന് എന്നെ കൈനീട്ടി കരണത്തടിച്ചത്? ഞാനത് പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു മുഖമാണ് ആനന്ദേ നിന്റേത്. ഏട്ടൻ എന്താ ഈ പറയുന്നത്? ഇയാളെ ഏട്ടനെ അടിച്ചെന്നോ? അങ്ങനെ ഏട്ടന്റെ ശരീരത്തിൽ കൈവച്ച് ഇയാളെ... ശങ്കരേ, വെറുതെ കാര്യങ്ങളെ നാടകീയമാക്കണ്ട. മനഃപൂർവ്വം നന്ദനെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അത് ശരി, ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞിട്ട് മനഃപൂർവ്വം അല്ല എന്ന് പറഞ്ഞ് സോറി പറഞ്ഞ എല്ലാം തീരുവോ? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല നന്ദ. ഞാൻ പറഞ്ഞില്ലേ, അന്ന് അർജുനെ അടിച്ചത് എന്റെ ദേഹത്ത് കൊണ്ടപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിന് പ്രതികരിച്ചു പോയതാ. അതിന് തന്നോട് മാപ്പ് പറയാനാ ഞാൻ വന്നത്. തെറ്റുകൾ ഏറ്റു പറയുമ്പോഴല്ലേ നമ്മളൊക്കെ മനുഷ്യരാവുന്നത്. അങ്ങനെ ഉണ്ടായാലല്ലേ സ്വന്തം ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. അടിക്കാനുള്ള ദേഷ്യം ഉണ്ടാവണമെങ്കിലേ ആ വ്യക്തിയോട് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരിക്കണം. അല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ദേഷ്യത്തിന് ആരും കയ്യാൻ കളിക്കൊന്നും പോതില്ല. എന്നിട്ടും ഏട്ടനോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ഏട്ടാ. ശങ്കർ, താനൊന്നും മിണ്ടാതിരിക്കെ. ഞാൻ എന്റെ സഹോദരിയുടെ ഭർത്താവിനോട് സംസാരിക്കുന്നത്. അത് ശരി, ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തിട്ട് ഇപ്പൊ സ്വന്തം എന്ന് പറഞ്ഞു വന്നിരിക്കോ? ഇറങ്ങി പോണം. ശങ്കരേ, വേണ്ട. ഇവരെ പോലെ നമ്മളും സംസാരിച്ചാല് ഇവരും നമ്മളും തമ്മിൽ പിന്നെന്താ വ്യത്യാസം? അതുകൊണ്ട് നീ സംസാരിക്കണ്ട.
ആനന്ദേ, നിങ്ങളിപ്പോ എന്തിനാണ് വന്നു കയറിയെന്ന് പറയൂ. ഒരു സന്ധി സംഭാഷണത്തിനും മാപ്പ് പറച്ചിലിനും എനിക്ക് താല്പര്യമില്ല. നന്ദ, നമ്മൾ എങ്ങനെ കഴിഞ്ഞിരുന്നവരാണെന്ന് നന്ദനെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ടും കാര്യങ്ങൾ ഇവിടം വരെയായി. നമ്മൾ വിചാരിച്ചാൽ ഈ പ്രശ്നം സംസാരിച്ച് ശരിയാക്കാനാവും. ഇല്ല ആനന്ദേ, ഇനി ഒന്നും ശരിയാകാൻ പോകുന്നില്ല. എല്ലാം കഴിഞ്ഞു. എനിക്ക് സംസാരിക്കാനോട്ട് താല്പര്യമില്ല. നന്ദ, ഞാനൊരു വഴക്കിന് വന്നതല്ല. നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസിന് എത്തിയാൽ അത് ഗുണമേ ഇരു കൂട്ടർക്കും ഉണ്ടാവൂ. എന്ത് കോംപ്രമൈസ്? എനിക്കുള്ളതെല്ലാം തന്റെ വീട്ടുകാരെ നഷ്ടപ്പെടുത്തിയില്ലേ? നന്ദ, നന്ദൻ കാര്യങ്ങളെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അർജുൻ ഇതുവരെ ചെയ്തതിൽ ഒരു തെറ്റുമില്ല നന്ദ. അനുവിനെ കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിനാണ് നിങ്ങളൊക്കെ കൂടി അവന്റെ ഭാര്യ ജയിലിൽ കയറ്റിയത്. അപ്പൊ അനുവിനെ അന്വേഷിച്ച് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കുകയല്ലേ അവൻ ചെയ്തുള്ളൂ. അനുവിനെ ആരാ ഒളിപ്പിച്ചതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ഓഹോ, അങ്ങനെ. അവളെ കോടതിയിൽ എങ്ങനെ ഹാജരാക്കി എന്നൂടെ പറ. അത്രയും കാലം അവന്റെ കസ്റ്റഡിയിൽ ആരും അറിയാതെ ഒളിപ്പിച്ചു വെച്ചിട്ട് അവസാനം അവളെ അനങ്ങാനും മിണ്ടാനും പറ്റാത്ത ഒരുവളാക്കി മാറ്റിയിട്ട് ഒരു ജീവച്ഛവം പോലെ ആക്കിയിട്ടല്ലേ കോടതിയിൽ ഹാജരാക്കിയത്? വിഡ്ഢിത്തം പറയരുത്. അനു അവന്റെ കസ്റ്റഡിയിലായിരുന്നെങ്കിൽ പൂജയെ ജയിലിൽ അയക്കാൻ അവൻ സമ്മതിക്കുമായിരുന്നോ? അനു മനഃപൂർവ്വം ഒളിവിപ്പോയതാണ്. ദേ നന്ദ, നന്ദന് ദോഷം വരുന്ന വിധത്തിൽ എന്തെങ്കിലും കാര്യം അർജുൻ ചെയ്തിട്ടുണ്ടോ? എന്നാൽ അവനോടും അവന്റെ ഭാര്യ പൂജയോടും അനു ചെയ്ത കാര്യങ്ങളോ? സാക്ഷിയുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണെങ്കിലും അനു ഇത്രയും കാലം നോക്കി വളർത്തിയ വിശ്വനാഥൻ സാറിനെ ചതിച്ചില്ലേ? എന്നാ പൂജയോ? അദ്ദേഹത്തെ വെളിയിൽ ഇറക്കാൻ ഏതറ്റം വരെയും പോകാനല്ലേ തയ്യാറായത്? അവൾ അവളുടെ ജീവിതമാണ് അതിനുവേണ്ടി സമർപ്പിച്ചത്. ഓഹോ, താനിപ്പോ വന്നതേ നന്ദേട്ടന്റെ മോളെയും തന്റെ മരുമകളെയും തമ്മിൽ താരതമ്യപ്പെടുത്തി മാർക്കിടാനാണോ? പരീക്ഷയും മാർക്കിടലൊക്കെ ഒരിക്കലുണ്ടാവും. ചെയ്തതിനൊക്കെ കണക്ക് കൂട്ടി മാർക്കിടുന്ന ഒരു ദിവസം വരും. പിന്നെ ഞാൻ സംസാരിക്കുന്നത് നന്ദനോടാണ്.